പാലിയേക്കര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. പണം നൽകുന്ന ജനങ്ങൾക്ക് സുഗമമായ യാത്രയ്ക്ക് അവകാശമുണ്ട്. ടോൾ പിരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് നിർദ്ദേശം. NHAIയുടെ ഭാഗത്ത് നിന്ന് കടുത്ത അവഗണന ഉണ്ടായെന്നും കോടതി. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ലക്ഷ്മി, പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ പാലിയേക്കര ടോളിൽ വളരെ നാളായി ടോൾ പിരിവ് നടത്തുന്നു. എടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഇത്തരത്തിൽ ടോൾ പിരിവ് നടത്തുന്നുണ്ട്. എന്നാൽ ഈ ടോൾ പിരിവിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും ഈ ടോൾ പിരിവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുടക്കിയ മുതലിൽ കൂടുതൽ ലഭിച്ചിട്ടും ടോൾ പിരിവ് തുടരുന്നു. എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. റോഡുകളുടെ സ്ഥിതി അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയിൽ ഹർജി വന്നത്. ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഇപ്പോൾ കോടതി ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ചത്. പണം മുടക്കുന്ന ജനങ്ങൾക്ക് സുഗമമായ യാത്രയ്ക്ക് അവകാശമുണ്ട്. ടോൾ പിരിക്കാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ കാരണമുണ്ടെങ്കിൽ NHAIയെ അറിയിക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. ഏതായാലും കേന്ദ്രം ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഗതാഗതം സുഗമമാക്കും, ഗതാഗത തടസ്സം നീക്കി സുഗമമായ യാത്ര ഉറപ്പാക്കും എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 16-ാം തീയതി ഹർജി പരിഗണിക്കാനായി കോടതി ഇപ്പോൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഷപ്ന കോടതിയുടെ ഈ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ലക്ഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. തൃശൂർ സ്വദേശിയായ ഷാജി എന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ ഹർജി നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് പാലിയേക്കര അടക്കമുള്ള ടോളുകൾ ദീർഘകാലമായി ടോൾ പിരിവ് നടത്തുന്നു. ഈ NHAI മുടക്കിയിട്ടുള്ള പൈസയിൽ കൂടുതൽ, അല്ലെങ്കിൽ ഈ ടോൾ റോഡ് നിർമ്മാണത്തിനടക്കം മുടക്കിയിട്ടുള്ള പൈസയിൽ കൂടുതൽ ടോൾ പിരിവ് നടത്തി കഴിഞ്ഞു. പിന്നെയും ഈ നിർബാധം ടോൾ പിരിവ് തുടരുകയാണ്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നില്ല. ബൈപ്പാസ് റോഡുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. വലിയ ഗതാഗത കുരുക്ക് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു. പാലിയേക്കര അടക്കം വളരെ ദൂരത്തിൽ വാഹനങ്ങൾ വന്ന് കിടക്കുന്ന സാഹചര്യമുണ്ട്. ഗതാഗത കുരുക്കാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇത് നീക്കണം എന്നൊരാവശ്യമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി ദേശീയപാത അതോറിറ്റിയോട് നേരത്തെ തന്നെ വിശദീകരണം തേടിയിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്രം ഇതിന് മറുപടിയായി നൽകിയിട്ടുള്ളത് 10 ദിവസത്തിനകം ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് നീക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോടതി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പണം മുടക്കുന്ന ജനങ്ങൾക്ക് സുഗമമായ യാത്രയ്ക്കുള്ള അവകാശമുണ്ട്. ദേശീയപാത അതോറിറ്റി ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. കടുത്ത അതൃപ്തി തന്നെ കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത അവഗണനയാണ് ദേശീയപാത അതോറിറ്റി കാണിക്കുന്നത് എന്ന് കോടതി വിമർശിക്കുകയും ചെയ്യുന്നു. ദേശീയപാത അതോറിറ്റിക്കാണ് കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.